ഋഷി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവന്റെ പുറകെ മറ്റുള്ളവരും. എന്താ രുദ്ര, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്നും അറിയിച്ചില്ലല്ലോ? അവനെ കണ്ടതും ഭദ്ര പരിഹാസ രൂപേണ ചോദിച്ചു. അത് നിങ്ങളോടെങ്ങനെ പറയും ആന്റി? അപശകുനങ്ങളെ മംഗളകാര്യത്തിന് വിളിക്കാറില്ല. ഋഷി പറഞ്ഞതും ഭദ്രയുടെ മുഖം വിളറി വിളർത്തു. മറ്റുള്ളവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. അവർ ചാടിത്തുള്ളി റൂമിലേക്ക് പോയി. എന്റെ ഋഷി, നിനക്ക് നിന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാ അവരെ കളിയാക്കാൻ പോയേ? നീ ഒന്ന് ചുമ്മാതിരിക്കബി. ഇടയ്ക്കിട്ട് ഇങ്ങനെ ഒരു കൊട്ട് കൊടുക്കുന്നത് നല്ലതാ. ആ കൊട്ട് നിനക്ക് തിരിച്ചു കിട്ടാതിരുന്നാ മതി. അബി അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. രുദ്ര അവന്റെ റൂമിലേക്കും. ഭദ്ര റൂമിൽ ചെന്നതും കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശ്രേയയാണ്. നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അമ്മേ, ഇന്നല്ലേ അവരുടെ ആദ്യരാത്രി. അതെങ്ങനെയെങ്കിലും മുടക്കാനുള്ള വഴി ആലോചിക്കുവാ ഞാന്. ഓ, അതാണോ കാര്യം? നീ അതിനിങ്ങനെ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അത് മുടക്കാനുള്ള വഴിയെല്ലാം എനിക്കറിയാം. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അമ്മ എങ്ങനെ മുടക്കുമെന്നാ പറയുന്നേ? നീ അത് മുടക്കുമ്പോൾ കണ്ടാൽ മതി. അവരത്രയും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി. അവർ പറഞ്ഞത് ആലോചിച്ച് ശ്രേയ അവിടെ തന്നെ നിന്നു. ഭദ്ര വന്നതറിഞ്ഞ് പ്രിയങ്ക വളരെ സന്തോഷത്തിലായിരുന്നു. അവരവനെ പറ്റി ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് കാർത്തു അവിടേക്ക് വന്നത്. കാർത്തിക ശർമ്മ, കൃഷ്ണവംശിയുടെ പെങ്ങളായ കാഞ്ചനയുടെയും ഭർത്താവായ ജഗൻ ശർമ്മയുടെയും മക്കളിൽ ഇളയവളാണ്. ഭദ്രയുടെ അതേ പ്രായം തന്നെയാണ് കാർത്തുവിനും. കാർത്തുവും ഡോക്ടറാണ്. അഗ്നിഹോത്രി ഹോസ്പിറ്റൽ തന്നെ. ഭദ്രയും കാർത്തുവും കൂടപ്പിറപ്പുകളേക്കാൾ ഉപരി ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ആൻറ്റി, ആഹാ, ഇതാരെ കാർത്തുവോ? ഇന്നലെ ഇവിടേക്ക് കണ്ടില്ലല്ലോ. ഇന്നലെ കുറച്ച് ബിസിയായി പോയി. ഭദ്ര വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാ. വന്നു മോളെ, ഇന്ന് രാവിലെ. എന്നിട്ട് ആളെവിടെ? അവൻ്റെ റൂമിൽ കാണും. മോള് ചെന്ന് നോക്കിയിട്ട് വാ. ഓക്കെ ആൻറ്റി. കാത്തു നേരെ ഭദ്രയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്നപ്പോൾ അവനുണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന ഭദ്രയെയാണ് കണ്ടത്. ഭദ്രേ, അവളുടെ വിളി കേട്ടതും ഭദ്ര തിരിഞ്ഞു നോക്കി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ആഹാ, ഇതാരെന്നെ കാർത്തുമ്പിയോ? ഭദ്രി കാർത്തുമ്പി എന്ന് വിളിച്ചതും അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി. ദേ ഭദ്രി, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കാർത്തുമ്പി എന്ന് വിളിക്കരുതെന്ന്. അവൾ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞത് കേട്ട് അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. എന്തിനു ചിരിക്കുന്നേ? പിന്നെ നിന്റെ ഈ സംസാരം കേട്ട ആരാ ചിരിക്കാത്തേ? ഭദ്രി, അവൾ ദേഷ്യത്തോടെ വിളിച്ചു. എൻ്റെ കാർത്തു, ഞാൻ നിന്നെ ചുമ്മാ വിളിച്ചതാടി. നിന്റെ ദേഷ്യം കണ്ടിട്ട് എത്ര നാളായി. ഓ, നിനക്കതിന് നമ്മളെ ഒന്നും ഓർമ്മയില്ലല്ലോ. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ഇവിടേക്കൊന്ന് തിരിഞ്ഞുപോലും നോക്കാത്തേ? കാർത്തു പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. അവനെ തിരിഞ്ഞ് ദൂരേക്ക് നോക്കി നിന്നു. അവൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ പാറു എന്നെ വിട്ടു പോയതിൽ പിന്നെ ഞാൻ ഇവിടേക്കൊന്നും വന്നിട്ടില്ല. അത് മനഃപൂർവ്വമല്ല, ഒരുതരം ഒളിച്ചോട്ടം തന്നെയായിരുന്നു. ജീവിതത്തിൽ എല്ലാമായവൾ ഒരു ദിവസം വിട്ടുപോയപ്പോൾ തകർന്നു പോയി ഞാൻ. എൻ്റെ സങ്കടം മറ്റുള്ളവർ അറിയാതിരിക്കാനാണ് ഞാൻ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയത്. ഇനിയുള്ള എൻ്റെ ജീവിതം യാത്രകളാണെന്നും ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനു കഴിഞ്ഞില്ല. സ്വന്തം പെണ്ണിനെ കൊന്നത് സ്വന്തം ഏട്ടനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും തകർന്നു പോയി. പിന്നീടുള്ള ദിവസങ്ങൾ ഒരു ഇരുട്ടുമുറിയിൽ തന്നെ ജീവിച്ചു. കൂടെ എൻ്റെ പാറുവിൻ്റെ മരിക്കാത്ത ഓർമ്മകളും. ഭദ്രേ, അവളുടെ വിളിയാണ് അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. എന്താ പറ്റിയ ഭദ്രേ, നീ പെട്ടെന്ന് സൈലന്റ് ആയത്? നീ പറഞ്ഞത് ആലോചിച്ചതാ ഞാൻ. ഭദ്രേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്ക് സങ്കടായോ? ഏയ് ഇല്ലടി. പിന്നെ എന്തൊക്കെയുണ്ട്? നിന്റെ ജോലിയെല്ലാം എങ്ങനെ പോകുന്നു? ഭദ്രേ അവളോടായി ചോദിച്ചു. കുഴപ്പമില്ല. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. നീ മാനമ്പള്ളിയിൽ പോയായിരുന്നോ? പോയി. അവിടെ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചെത്തിയത്. അവരെയെല്ലാം ഒന്ന് കാണണമെന്ന് തോന്നി. അത് നന്നായി. ഇനി കുറച്ചുനാൾ നീ ഇവിടെ ഉണ്ടാകുമല്ലോ. ആ, ഉണ്ടാകും. ഹോസ്പിറ്റൽ വീണ്ടും റീജോയിൻ ചെയ്യണം. പഴയതുപോലെ തന്നെ ജീവിക്കാൻ തുടങ്ങണം. അത് നന്നായി ഭദ്രി. ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് നീ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നിനക്ക് മറക്കാൻ പറ്റും. കാർത്തു പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. കാർത്തു, ആ എന്താ ഭദ്രി? നിന്റെ ആ പഴയ പ്രണയം ഇപ്പോഴും ഉണ്ടോ ഏട്ടനോട്? ഉണ്ട്. കാർത്തു, നീ എന്തിനാ അവനെ സ്നേഹിക്കുന്നേ? അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ടും എന്തിനാ? അറിയില്ല ഭദ്രി, എന്തിനാണ് യദുവേട്ടനെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നത്. പലപ്പോഴും മറക്കാൻ ശ്രമിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. ഒരു പക്ഷേ എൻ്റെ ആദ്യ പ്രണയം ആയതുകൊണ്ടാവാം അങ്ങനെ മറക്കാൻ പറ്റാത്തത്. മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാർത്തു അത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോയി. ഭദ്രി അവൾ പറഞ്ഞത് ആലോചിച്ച് നിന്നു. അല്ലെങ്കിലും ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. എത്ര മറക്കാൻ ശ്രമിച്ചാലും പറ്റിയെന്ന് വരില്ല.
വൈകിട്ട് തറവാട്ടിലെ കുളത്തിന്റെ സൈഡിൽ വേദു ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ആമയും ഉണ്ണിയും അവിടേക്ക് വന്നത്. ഹലോ. വേദു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഉണ്ണി നിൽക്കുന്നത് കണ്ടത്. ഉണ്ണി, ഓ അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നു എന്ന്. അവന് പരമാവധി സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ അഭിനയം കണ്ടതും ആമിയും വേദവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. എന്റെ ഉണ്ണി, നിന്നെ ഞാൻ അങ്ങനെ മറക്കുവോ? ഒന്നുമില്ലെങ്കിലും അന്ന് നീ എന്നെ ദേവേട്ടന്റെ മുന്നിലിട്ടിട്ട് ഓടിയതല്ലേ? അത് ചേച്ചി പറയരുത്. അന്ന് ആ കടുവയുടെ മുന്നിൽ ചേച്ചിയെ ഇട്ടിട്ട് പോയെന്നുള്ളത് ശരിയാ. പക്ഷേ ആ ദിവസം തന്നെ ഞങ്ങൾ ചേച്ചിയെ ആ മലമുകളിൽ കൊണ്ടുപോയില്ലേ? ആ, അതുകൊണ്ട് ഞാനെല്ലാം മറന്നു. അല്ല, കുറേ ദിവസമായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. ഇവിടെയെങ്ങും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഒരു തറവാട്ടിലായിരുന്നു. ഇന്ന് രാവിലെ അവിടെ നിന്ന് എത്തിയപ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞത്. അപ്പം പിന്നെ ചേച്ചിയെ ഒന്ന് കാണണമെന്ന് തോന്നി. അത് നന്നായി. നിന്നെ ഞാനും ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നതാ. എന്തിന്? അന്ന് നമ്മൾ പോയില്ലേ ആ മലയുടെ മുകളിൽ? അവിടെ എന്നെ ഒന്നുകൂടി കൊണ്ടുപോകാമോ പ്ലീസ്? കൊണ്ടുപോകാം, വാ എൻ്റെ കൂടെ. വേദവും മാമിയും ഉണ്ണിയുടെ കൂടെ അവിടേക്ക് പോയി. നടന്ന് കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് റോഡിൽ നിൽക്കുന്ന ഒരു കൂട്ട ചെറുപ്പക്കാരെ അവർ കാണുന്നത്. ഡാ രാഹുലേ. എന്താടാ? ദേ ആ വരുന്ന അവളുമാരെ കണ്ടോ? കൂട്ടത്തിലെ ഒരുത്തൻ ബൈക്കിന്റെ മുകളിൽ കിടന്നവനോട് പറഞ്ഞപ്പോഴാണ് ദൂരെ നിന്ന് നടന്നു വരുന്ന ആമിയെയും വേദുവിനെയും ഉണ്ണിയെയും കാണുന്നത്. കണ്ടു. അതിലൊരുത്തി നമ്മുടെ അബിയുടെ പെങ്ങളല്ലേ? ആ, ആണ്. മറ്റവളേതാ? മാനമ്പള്ളിയിലെ രുദ്രന്റെ ഭാര്യ വേദു. ഓ, അവന്റെ പെണ്ണാണല്ലേ? എങ്കിൽ അവളെ നമുക്കൊന്ന് പരിചയപ്പെടണം. അത് വേണോ രാഹുലേ? ആ രുദ്ര അറിഞ്ഞ അയാൾ വെറുതെ ഇരിക്കില്ല. നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ. അവനെനിക്കിട്ട് ഒരു പണി തന്നതാ. അതിന് തിരിച്ചൊരു പണി കൊടുക്കാൻ കാത്തിരുന്നതാ ഞാന്. അതുകൊണ്ട് ഇവളെ ഇന്ന് പരിചയപ്പെട്ടിട്ടേ ഞാൻ അടങ്ങൂ. അവനത് പറഞ്ഞ് ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി. അപ്പോഴേക്കും അവർ 3 പേരും അവന്മാരുടെ അടുത്തെത്തിയിരുന്നു. ഹലോ മക്കൾസ്, ഒന്ന് നിന്നേ. അവരെ കണ്ടതും രാഹുൽ പറഞ്ഞു. ചേച്ചിമാരെ അവന്മാരെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകും. ഇവന്മാർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഉണ്ണി പറഞ്ഞതും ആമിയും വേദവും വായും തുറന്ന് അവനെ നോക്കി. ഡാ, നീ എന്ത് ചെയ്യുമെന്നാ? നിന്റെ 10 ഇരട്ടിയുണ്ട് ഇവന്മാര്, അത് ഓർമ്മ വേണം. അതെ, ചേച്ചിമാരങ്ങനെ പറയരുത്. ലുക്കിൽ കാര്യമൊന്നുമില്ല, വർക്കിലാ കാര്യം. അതുകൊണ്ട് എൻ്റെ ചേച്ചിമാരുടെ കാര്യം നോക്കാനേ നിങ്ങളുടെ ഈ അനിയൻകുട്ടനറിയാം. അവരെ മൈൻഡ് ചെയ്യാതെ വേദുവും മാമിയും നടന്നു പോകാൻ തുടങ്ങിയതും രാഹുൽ കയറി വേദുവിന്റെ കയ്യിൽ പിടിച്ചു. ദൂ, താൻ എന്തേ കാണിക്കുന്നേ? എൻ്റെ കയ്യിൽ നിന്ന് വിട്. അടങ്ങി നിൽക്കടി പെണ്ണെ. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണം, അത്രേ ഉള്ളൂ. അവൻ അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും വേദുവിന്റെ കൈ അവന്റെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഡീ, ഇനി മേലാൽ ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊടരുത്. വേദു ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ അവളെ അടിക്കാൻ പോയതും അവന്റെ ഫ്രണ്ട്സ് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി. വേദുവിന്റെ നേരെ അവന്റെ കത്തുന്ന കണ്ണുകൾ തങ്ങി നിന്നു. അവൾ അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു, കൂടെ ഉണ്ണിയും ആമയും. അവരവിടെ എത്തിയതും പെട്ടെന്ന് തന്നെ അവിടെയുള്ള ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം തറവാട്ടിലേക്ക് മടങ്ങി. എൻ്റെ വേദു ചേച്ചിയുടെ അടി ഒരു രക്ഷയുമില്ലായിരുന്നു. അവന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു കാണും. ഉണ്ണി പറഞ്ഞതും വേദു ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അവനെ നോക്കി. അതെ, ഞാൻ പോകുക. ഇപ്പൊ തന്നെ ലേറ്റായി. ഇനിയും വൈകിയ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. ആ ശരിയടാ ഉണ്ണി, പിന്നെ കാണാം. ഉണ്ണി അവന്റെ വീട്ടിലേക്ക് മടങ്ങി. വേദുവും മാമിയും തറവാട്ടിലേക്ക് നടന്നെത്തി. ഭാഗ്യം, ഇവിടെ ഇങ്ങും ആരുമില്ല. ശരിയാ. 2 പേരും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. വേദു റൂമിലേക്ക് ചെന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് റൂമിലിരിക്കുന്ന രുദ്രനെ കാണുന്നത്. ദേവേട്ടാ, എന്താ എന്ത് മുഖമല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. വേദു ഒന്ന് മൂളിയ ശേഷം കണ്ണാടി ഫ്രണ്ടിലേക്ക് വന്നു നിന്നു. മുടി ചീകിയ ശേഷം സിന്ദൂരമിടാൻ പോയതും രുദ്ര വന്ന് അവളുടെ കയ്യിൽ നിന്നത് വാങ്ങി. അതിനുശേഷം അവനത് അവളുടെ നെറുകയിൽ ചാർത്തി കൊടുത്തു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം നിന്റെ നെറുകയിൽ ഈ സിന്ദൂരം ചാർത്താൻ അവകാശം എനിക്കാണ്. അതുകൊണ്ട് ഇനി എന്നും സിന്ദൂരം നിനക്ക് ഞാൻ ചാർത്തിത്തരാം. രുദ്ര പറഞ്ഞതും വേദു നിറകണ്ണുകളാൽ അവനെ നോക്കി. അവനെ ആ കണ്ണുനീർ തുടച്ച ശേഷം നെറ്റിയിൽ അവൾക്കായി അവനൊരു ചുംബനം നൽകി. നിറഞ്ഞ മനസ്സോടെ അവൾ അത് സ്വീകരിച്ചു. രുദ്ര കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ആരോ വന്ന് വേദുവിനെ വിളിക്കുന്നത് കേട്ടത്. അവന് നേരെ പോയി ഡോറ് തുറന്നു. ഡോറ് തുറന്നതും കാണുന്നത് ആമിയെയാണ്. രുദ്രേട്ടാ, വേദു എന്തിയേ? ഞാനിവിടെ ഉണ്ട്. വേദു നേരെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. നീ താഴേക്ക് വാ. എന്താ ആമി, നീ വന്നേ? എങ്ങോട്ട്?
ഹേമയാൻറ്റി നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്തിന്? വേദു അറിയാതെ ചോദിച്ചു. ആ എനിക്കറിയില്ല, നീ വരാൻ നോക്ക്. ഒന്ന് മൂളിയ ശേഷം വേദുവും മാമിയും താഴേക്ക് പോയി. ഹേമാമേ. ആ മോളെ, നീ വന്നോ? എന്തിനെന്നെ വിളിച്ചേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല മോളെ. പിന്നെ ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രിയല്ലേ, മോൾക്ക് ഈ സെറ്റ് സാരി തരാനാണ് ഞാൻ വിളിച്ചത്. സെറ്റ് സാരിയോ? ഇതെന്തിനാ? ഈ ചടങ്ങുകളെല്ലാം വേണോ? വേണം മോളെ, ഇന്നാ ഇതെടുക്ക്. വേദു ആ സാരി വാങ്ങി പെട്ടെന്ന് തന്നെ ഉടുത്തു. അവൾ റെഡിയായി വന്നതും ഹേമ അവൾക്കൊരു ഗ്ലാസ് പാല് കൊടുത്തു. അവൾ ദയനീയമായി എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം രുദ്രന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. വേദു പോകുന്നത് ഭദ്രയും ശ്രേയയും ഒരു പുച്ഛച്ചിരിയോടെ നോക്കി നിന്നു. വേദു അവന്റെ റൂമിന്റെ അടുത്തേക്ക് ചെന്നതും അവൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എന്തെന്നില്ലാത്തൊരു പേടി. എന്റെ ദേവി, ഇതെന്താ പതിവില്ലാത്ത പോലെ ഒരു ടെൻഷൻ? അവൾ ഓരോന്ന് ആലോചിച്ച് അകത്തേക്ക് കയറി. അവളെ കണ്ടതും രുദ്ര തല ഉയർത്തി നോക്കി. വേദുവിനെ സെറ്റ് സാരിയിൽ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു കുസൃതിച്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. നീ എന്താ വേദു ഈ വേഷത്തിൽ? രുദ്ര അവളെ ദേഷ്യം പിടിപ്പിക്കാൻ മനഃപൂർവ്വം ചോദിച്ചു. അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം പാൽ ഗ്ലാസ് അവിടെ അടുത്ത് കിടന്ന ടേബിളിലേക്ക് വെച്ച ശേഷം സാരി അഴിക്കാൻ തുടങ്ങിയതും രുദ്ര പുറകിലൂടെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. നീ എന്തിനാ വേദു ഇത് അഴിക്കാൻ പോകുന്നേ? എനിക്ക് അഴിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ അഴിക്കുന്നു. എങ്കിൽ നീ ഇപ്പോൾ അത് അഴിക്കണ്ട. നിന്നെ ഈ വേഷത്തിൽ കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എൻ്റെ പെണ്ണിന് ഈ വേഷം മതി. അത് വേണ്ട, ഞാനിത് അഴിക്കാൻ പോകുക, അവൾ വീണ്ടും പറഞ്ഞു. വേദു, അഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അഴിക്കണ്ട. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അത് നീ കുളവാക്കുവോ? രുദ്ര പറഞ്ഞതും വേദു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം അവനെ മൈൻഡ് ചെയ്യാതെ ബാൽക്കണിയിലേക്ക് പോകാൻ തുടങ്ങിയതും ഉടനടി അവളെ പിടിച്ചവൻ അഭിമുഖമായി നിർത്തിയ ശേഷം വേദുവിൻ്റെ മുഖം അവനിലേക്ക് അടുപ്പിച്ചു. പതിയെ അവളുടെ ചുണ്ടുകൾ അവൻ നുണയാൻ തുടങ്ങി. വേദുവിൻ്റെ ദേഹമാകെ എന്തൊരു വിറയൽ കടന്നുപോയി. കുറച്ചു സമയത്തിനു ശേഷം രുദ്ര അവളെ മോചിപ്പിച്ചു. വേദു ശ്വാസമെടുക്കാൻ ശരിക്കും പാടുപെട്ടു. അവളുടെ ചുണ്ടുകൾ പൊട്ടി. അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. രുദ്രന്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് എന്തോ ചമ്മൽ തോന്നി. രുദ്ര അവളോട് എന്തോ പറയാൻ തുടങ്ങിയതും പുറത്തു നിന്നൊരു വിളി കേട്ടതും ഒരുമിച്ചായിരുന്നു. അവളൊന്ന് ഞെട്ടി. പുല്ല്, ആരും ഈ സമയത്ത് മനുഷ്യനൊന്ന് റൊമാൻറ്റിക് ആകാനും സമ്മതിക്കില്ല, നാശം. അവൻ ഓരോന്ന് പെരുപുറത്ത് ഡോറ് തുറക്കാൻ പോയതും വേദു അവനെ തടഞ്ഞു. ദേവേട്ട, ഒന്ന് നിന്നേ. എന്താ വേദു? വേദു ചെന്ന് ഡോറ് ചെറുതായി തുറന്നു നോക്കിയപ്പോഴാണ് ഭദ്രയെ അവൾ കാണുന്നത്. കൂടെ ശ്രേയയും. അമ്മയും മോളും മനഃപൂർവ്വം പണി തരുവാണല്ലോ. തിരിച്ച് ഒരു പണി കൊടുക്കണം.